സിനിമയിലേക്കുള്ള എൻ്റെ ഒരു വരവെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു റൂട്ട് പറഞ്ഞുതരാം. ഞാനൊരു 5 വയസ്സുള്ള സമയത്ത് സ്കൂളിൽ ചേർത്തിയ ആദ്യത്തെ എൻ്റെ സ്റ്റേജ് ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് എൻ്റെ പെർഫോമൻസ് മനഡോലയും മേരെ മനഡോലയും എന്ന് പറഞ്ഞിട്ട് പഴയൊരു ഹിന്ദി പാട്ടുണ്ട്, കേട്ടൊന്നറിയില്ല. ആ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വേഷം കെട്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് ഞാൻ പെൺകുട്ടിയെ എങ്ങനെ ഉണ്ടാവുന്ന ഒരു കാര്യം സോണിയ, എനിക്ക് ഈ 5 വയസ്സിൽ മീശ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഷം കെട്ടിയ കുഴപ്പമൊന്നുമില്ല, നല്ല പെൺകുട്ടിയായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഈ ബാലനടനായിട്ട് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂളുകളിൽ കോളേജിൽ വന്നപ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പതുക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ വലിയൊരു മോഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ. ഈ ഓൾ ഇന്ത്യ റേഡിയോൻ്റെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ശബ്ദം റേഡിയോയിൽ വരണമെന്നായി പിന്നത്തെ മോഹം, നാടകം കൂടാതെ ഇതും കൂടെ. അത് ഈ ഓൾ ഇന്ത്യ റേഡിയോ കണ്ടതുകൊണ്ടാണ്, എൻ്റെ കോളേജിൽ നേരെ മുമ്പിലായി ഉണ്ടായിരുന്നുകൊണ്ടാണ്. അങ്ങനെ മോഹം തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ അന്ന് തൃശ്ശൂർ റെക്കോർഡിംഗ് ഇല്ല. തൃശ്ശൂർ ഏരിയയിലുള്ള ആർട്ടിസ്റ്റ് മുഴുവൻ റെക്കോർഡിംഗ് കാലിക്കറ്റാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് പോയി അതിനുവേണ്ടി ശ്രമിച്ചു. എന്നെ ആർട്ടിസ്റ്റായിട്ട് അംഗീകരിച്ചു, അവർ സെലക്ട് ചെയ്തു. അങ്ങനെ നാടകത്തിന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന ആൾ, അന്ന് പ്രൊഡക്ഷൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾ തിക്കൊടിയേട്ടനാണ്. തിക്കൊടിയേറ്റൻ, കെ എ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ മഹാരഥന്മാരൊക്കെ ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ തിക്കൊടിയേട്ടൻ എന്നെ നാടകത്തിൽ അഭിനയിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് തിക്കൊടിയേട്ടന് തോന്നിയില്ല ഇവൻ പയ്യൻ തിരക്കേണ്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്നേഹത്തിലും സൗഹൃദമൊക്കെ എന്നോട് വലിയ ഒരു സന്തോഷം സ്നേഹമൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു. ആ സമയത്താണ് ഉത്തരായനം എന്നൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളും അതിൻ്റെ പ്രവർത്തകരും ഒക്കെ ആയിട്ട് തിക്കൊടിയേട്ടൻ ബന്ധപ്പെടുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് തിക്കൊടിയേട്ടനാണ്. അപ്പോൾ അരവിന്ദനാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ അരവിന്ദൻ പറഞ്ഞു പുതിയ ആൾക്കാരെ വേണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തന്നെ തിക്കൊടിയേട്ടനാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഉത്തരായന സിനിമയിൽ. അപ്പോൾ ആ അതിൽ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ട് തിക്കൊടിയേട്ടൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചു, എടോ തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഗതി. ഇന്നത്തെ പോലെയല്ല, അന്ന് സിനിമയിലൊക്കെ നമ്മുടെ സ്വപ്നം കാണാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ ഒരു കാലത്തും മോഹിച്ചിട്ടില്ല, അതിന് സ്വപ്നം കണ്ടിട്ടില്ല, വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് തിക്കൊടിയേട്ടൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. പെട്ടെന്ന് ഞാനൊന്ന് ഒരു ഷോക്കായി. കുറച്ച് നേരം അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. ശരി, നാളെ കാലത്ത് കൊയിലാണ്ടിയിൽ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം കൊയിലാണ്ടിക്ക് മുമ്പ് ഞാൻ ആരോടും പറഞ്ഞില്ല സിനിമയിൽ അഭിനയിക്കാൻ പോകുമെന്ന്. കാര്യം എന്താ വെച്ചാൽ പോയിട്ട് പറ്റിയില്ലാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാണക്കേടാവും, ആൾക്കാരെല്ലാവരും കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ കൊയിലാണ്ടി ചെന്നപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂരി, അരവിന്ദൻ, മംഗള രവിവർമ്മ, അങ്ങനെയുള്ള സിനിമയുടെ മഹാരഥന്മാരൊക്കെ നിൽക്കുക അവിടെ. അവരെന്നെ കണ്ടു. അങ്ങനെയാണ് എൻ്റെ സിനിമയിൽ തുടക്കം. ഈ സിനിമയിൽ, അതായത് ഉത്തരായനം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ റോൾ അഭിനയിച്ച് ഞാൻ പോകുന്നു. ആ സിനിമ റിലീസ് ചെയ്തു. സിനിമ റിലീസ് ചെയ്യുമ്പോൾ കൊച്ചു റോളാണ്, പുതിയൊരു ആർട്ടിസ്റ്റാണ്, ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ അന്നത്തെ കാലത്ത് ഉത്തരായനം എന്ന് പറഞ്ഞ സിനിമ സാധാരണ കമേഴ്ഷ്യൽ സിനിമകളുടെ ഗണത്തിൽ പെട്ടതല്ലല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാരെ അതിൻ്റെ കണ്ട ആൾക്കാർക്ക് പോലും എന്നെ മനസ്സിലായില്ല. അപ്പം പിന്നെ വാശിയായി. മാത്രമല്ല ഈ സിനിമ കണ്ടിട്ട് എന്നെ ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചില്ല. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് മോഹമായി, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി, സിനിമ ഒരു സ്വപ്നം കാണാവുന്ന ലെവലിലായി. പക്ഷേ എൻ്റെ കയ്യിലില്ലതാനും. അപ്പോൾ എന്താ വഴിയെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഈ വഴി ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരും. അങ്ങനെ എൻ്റെ മോഹം സാധിക്കുന്ന കണക്കാക്കിക്കൊണ്ട് കയ്യിലുള്ള കുറച്ച് കാശൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാദസരം എന്ന് പറയുന്നൊരു സിനിമ എടുത്തു. ഏറ്റവും രസം എന്ന് വെച്ചാൽ പാദസരം എന്ന സിനിമയിലൂടെയാണ് നമ്മുടെ ഹരികുമാറിനെ പോലെയുള്ള വലിയ ഡയറക്ടർമാർ ശരിക്കും വന്നു കഴിഞ്ഞാൽ. അന്ന് ആ ഡയറക്റ്റ് ചെയ്യുന്ന എൻ തമ്പിയാണ്. പക്ഷേ ഹരികുമാറിൻ്റെയാണ് അതിൻ്റെ കഥ, സിനിമയുടെ പാദസരത്തിൻ്റെ കഥ. അങ്ങനെയാണ്. അപ്പോൾ ആ പാദസരം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ച ക്യാരക്ടർ രവി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഞാൻ ക്യാരക്ടറിൻ്റെ പേര് ഇപ്പോൾ പറയുമ്പോൾ ഒരു സുഖം കൂടെ ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട്, ആ സിനിമയിലെ എൻ്റെ ഓപ്പണിംഗ് ഷോട്ട് ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു ബോർഡ്. ആ ബോർഡ് 2 കൈകൾ വന്ന് വലിച്ചു പൊളിക്കുന്നു, താഴെ ഇട്ട് ചവിട്ടുന്നു. ആ ചവിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടുന്നിടത്തു നിന്നാണ് ഈ ഷോട്ട് മേലോട്ട് വരുമ്പോഴാണ് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ക്ഷേത്രത്തിലത്തെ ബോർഡ് വലിച്ച് താഴെ ഇട്ട് ചവിട്ടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ആദ്യം പാദസരത്തിൽ വരുന്നത്. അതാണ് പാദസരം എന്ന സിനിമ.
പാദസരം പി ജെ ആൻ്റണിയാണ്. അത് പാദസരം പറഞ്ഞു വരുമ്പോൾ പി ജെ ആൻ്റണി ചേട്ടനും കൊട്ടാരക്കര ചേട്ടനും ഉണ്ട് അതിൻ്റെ അകത്ത്. അത് പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം എന്താ വെച്ചാൽ ഞാൻ 3 തലമുറയുടെ കൂടെ അഭിനയിക്കുക. ഇപ്പോൾ കൊട്ടാരക്കര ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പാദസരത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് ശോഭ, കൊട്ടാരക്കര ചേട്ടൻ്റെ മകൾ ശോഭയുടെ കൂടെ ആദ്യമായിട്ട് ബലൂൺ എന്ന് പറയുന്ന സിനിമ ശോഭയുടെ, അതിലും ഞാനുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഇപ്പോഴും ശോഭയുടെ കൂടെ പലപ്പോഴും അഭിനയിച്ചിട്ടുണ്ട്. സായികുമാറിൻ്റെ കൂടെ പല സിനിമകളായി അഭിനയിക്കണം. അപ്പം 2ാമത്തെ തലമുറയായി. അപ്പോൾ 3ാമത്തെ തലമുറ വിനു മോഹൻ്റെ കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിനുവിനോട് ഞാൻ പറഞ്ഞു, മോനെ നീ ഒന്ന് സഹായിച്ചാൽ വേണമെങ്കിൽ എനിക്ക് 4ാമത്തെ തലമുറയുടെ കൂടി അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് തമാശ രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ അറിയില്ല, അപ്പോൾ ആ കുട്ടി ഇപ്പം അഭിനയിച്ച് വലിയ ആളായിട്ട് വരികയാണ്. ഒരു പക്ഷേ എനിക്ക് 4ാമത്തെ തലമുറയുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ പറ്റിയെന്ന് വരും. ആ മോഹമുണ്ട്. ഏതായാലും പാദസരം അത്ര വലിയൊരു ക്ലിക്ക് ചെയ്ത് വലിയൊരു നല്ല ബോക്സ് ഓഫീസ് ഹിറ്റായില്ല. അപ്പോൾ ഒരു വാശിയായി. അപ്പോൾ ഒരു കളർ സിനിമ പിടിച്ചു അന്ന്. അതിൻ്റെ പേര് ചോരാ ചുവന്ന ചോര എന്നാണ്. ആ ചോരാ ചുവന്ന ചോര സിനിമ പിടിക്കുകയും ചെയ്തു, അഭിനയിക്കുകയും ചെയ്തു. ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു, ഞങ്ങൾ തന്നെ അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നു, ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കാണാൻ പോയത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ച് ആൾക്കാരും കൂടി നാട്ടുകാരും കൂടി കാണാൻ വന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല സിനിമയും മുടക്കി കാശ് കഷ്ടിച്ചിട്ട് കുറച്ചുകൂടെ വാശിയായി. അപ്പോൾ വേറെ സിനിമ എടുക്കണമെന്ന് വിചാരിച്ചു, കുറച്ചുകൂടെ ബോക്സ് ഓഫീസ് ഹിറ്റാവണം. അപ്പോൾ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ നടന്മാരായിട്ടുള്ള ആൾക്കാരെ മറ്റേ സുകുമാരൻ ചേട്ടനും പിന്നെ ആരാണ് നമ്മുടെ ജയനും. അപ്പോൾ സോമചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ സിനിമയിലില്ല. സുകുമാരനും ജയനും 2 പ്രധാന ക്യാരക്ടേഴ്സിന് ബുക്ക് ചെയ്തു. പി ജി വിശ്വംഭരനാണ് അന്നത്തെ ഒരു ഹിറ്റ് ഡയറക്ടർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ക്യാരക്ടർ ഇവർ 2 പേരെ വിളിക്കാം. ആ 2 പേരെ വിളിച്ചു. ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഹീറോയിനായിട്ട് സീമയുണ്ട്, ശ്രീവിദ്യയുണ്ട്. കോമഡി പപ്പുവിന് കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ കഥ എന്താ വെച്ചാൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഈ സിനിമ എടുക്കാൻ നോക്കിയിട്ട് അവസാനം എനിക്ക് അഭിനയിക്കാൻ പറ്റിയ റോളുകളൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അവസാനം നോക്കിയപ്പോൾ അതിൽ ബാക്കി കിടക്കുന്ന റോളുണ്ട് വില്ലൻ ക്യാരക്ടർ, ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കുഴപ്പം, ഞാൻ വില്ലനായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാനീ സ്വയം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടി, വില്ലൻ ക്യാരക്ടർ കിട്ടി, വില്ലനായിട്ട് അഭിനയിച്ചു. ഇത് മറ്റേ ചാകര എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ജനം കണ്ടു, ബോക്സ് ഓഫീസ് ഹിറ്റായി. കൂട്ടത്തിൽ എന്നെ വില്ലനായിട്ട് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു.